നമസ്കാരം. കണ്ണൂരിലെ ഇടത് കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്ക് വോട്ട് ക്രമാതീതമായി വർദ്ധിച്ചു എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുമായ എം.വി. ജയരാജൻ. ഇതൊരു പ്രത്യേക പ്രതിഭാസമാണെന്നും CPM-ന്റെ വോട്ട് ബി.ജെ.പിയിലേക്ക് പോയെങ്കിൽ അത് പരിശോധിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. 77-ൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ കോൺഗ്രസ് ജയിച്ചു. ഇത്തവണ ബി.ജെ.പി വിജയിച്ചില്ലെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ചില കേന്ദ്രങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ട് ബി.ജെ.പിയിലേക്ക് പോയി എന്നാണ് പൊതുവായി കാണുന്നത്. അവർക്ക് 2019-ൽ കിട്ടിയ വോട്ട് കിട്ടിയില്ല. എന്നാൽ ഇടതുപക്ഷത്തിനും കിട്ടിയില്ല. ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസമെന്ന് പ്രത്യേകമായി കാണേണ്ടതുണ്ട്. ഇത് ആഴത്തിൽ പരിശോധിക്കണമെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ UDF-ന് അനുകൂലമായൊരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിന് ഇടയാക്കിയത് എന്ന് വിശദമായ പരിശോധനയിൽ മാത്രമേ വിലയിരുത്താൻ സാധിക്കൂ. ജനവിധി അംഗീകരിക്കുകയാണ്. പാർട്ടിക്കും LDF-നുമുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തി അതിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളെ കൂടുതൽ അണിനിരത്താനും ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഉണ്ടായ ധാരണകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുമെന്നും ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാട്ടിൽ ഉൾപ്പെടെ ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിച്ചത് വലിയ ചർച്ചയായിരുന്നു. കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അത് കനത്ത തിരിച്ചടിയായെന്ന് ചില പ്രവർത്തകർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥാനാർത്ഥിയായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏകോപനത്തെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് വിമർശനമുയരുന്നത്. വരും നാളുകളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടക്കുന്ന കീഴ്ഘടകങ്ങളിൽ നടക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കൺവെൻഷനുകളിൽ ഈ വിഷയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇതോടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ CPM-ൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കണ്ണൂരിന് സമാനമായി കാസർഗോഡും ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച M.V. ബാലകൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി. കനത്ത തോൽവി നേരിട്ടിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുവരും ജില്ലാ സെക്രട്ടറിമാരുടെ സ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. അതേസമയം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പാർട്ടി ഗ്രാമങ്ങളിൽ UDF സ്ഥാനാർത്ഥി K. സുധാകരൻ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത് CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്തും UDF-ന് ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷം സമ്മാനിച്ച ധർമ്മടത്തും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ച മട്ടന്നൂരിലും നേരിയ ഭൂരിപക്ഷമാണ് LDF സ്ഥാനാർത്ഥി M.V. ജയരാജന് ലഭിച്ചത്. ധർമ്മടം മണ്ഡലത്തിൻ്റെ ആദ്യ രൂപമായ എടക്കാട് 2 വട്ടം MLA ആയിരുന്നു ജയരാജൻ. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോർന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നേതൃത്വത്തോട് ക്ഷോഭിച്ചും പരിഹാസമുന്നയിച്ചും പാർട്ടി അനുഭാവികൾ രോഷപ്രകടനം നടത്തിയിരുന്നു. സന്ദേശം സിനിമയുടെ സ്ക്രീൻഷോട്ടുകളിലൂടെയുള്ള ട്രോളുകളാണ് പ്രചരിക്കുന്നത്. LDF കൺവീനർ E.P. ജയരാജൻ്റെ മണ്ഡലമായ കല്യാശ്ശേരിയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ്റെ തളിപ്പറമ്പിലെ വോട്ട് ചോർച്ചയുമൊക്കെ പരിഹസിച്ചാണ് അണികൾ രംഗത്ത് വന്നിരിക്കുന്നത്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലും കണ്ണൂരിൽ ഉൾപ്പെടുന്ന തളിപ്പറമ്പിലെയും നേതാക്കളെ വിമർശിച്ചുകൊണ്ടാണ് ട്രോളുകൾ. പാർട്ടി ഗ്രാമങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് സന്ദേശം സിനിമയിലെ ശങ്കരാടി അവതരിപ്പിച്ച കുമാരപിള്ള സാറും പ്രവർത്തകനായ ഉത്തമൻ്റെയും പോപ്പുലർ ഡയലോഗുകളിലൂടെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് അണികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കല്യാശ്ശേരിയിൽ കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി M.V. ബാലകൃഷ്ണൻ 1058 വോട്ടുകൾ മാത്രമാണ് നേടിയത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് കഷ്ടിച്ച് ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് നേടാനായത്. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ 2019-ലേതിന് സമാനമായി വോട്ടുകൾ UDF പാളയത്തിലേക്ക് ഒലിച്ചുപോയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു.